I'm Vishnu and I'm an OT trainer. സോ ഈ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു സീരീസ് ഓഫ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ ഒരു സീരീസ് എന്ന് പറയുന്നത് ഒ ഇ ടിയെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതായത് മെഡിക്കൽ പ്രൊഫഷണൽസിനുള്ള ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ആണ് ഒ ഇ ടി. ഒ ഇ ടിയുടെ 4 മൊഡ്യൂൾസ് ആയ റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിംഗ് ആൻഡ് സ്പീക്കിംഗ്, ഈ മൊഡ്യൂൾസിനെ ബേസ് ചെയ്തിട്ട് സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ ഒരു സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒ ഇ ടി സ്പീക്കിങ്ങിനെ കുറിച്ചാണ്. ഒ ഇ ടി സ്പീക്കിങ്ങിൽ സ്റ്റുഡൻസിന് അറിയാം, നിങ്ങളൊരു റോൾ പ്ലേ ആണ് ചെയ്യേണ്ടത്. റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു നേഴ്സ് ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡറുമായിട്ട് നടത്തുന്ന ഒരു കോൺവെർസേഷൻ ആണ് ഒ ഇ ടി റോൾ പ്ലേ എന്ന് പറയുന്നത്. ആൻഡ് ഇതുപോലത്തെ 2 റോൾ പ്ലേ ആണ് നിങ്ങൾ എക്സാമിൻ ചെയ്യുന്നത്. ഒരു റോൾ പ്ലേയുടെ ഡ്യൂറേഷൻ 5 മിനിറ്റ്സ് ആണ്. ആൻഡ് സ്പീക്കിങ്ങിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്പീക്കിങ്ങിന്റെ ഏത് ആസ്പെക്ട് ആണ് നോക്കുന്നതെന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ. ഒരു ക്യൂ കാർഡ് എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്കൊരു ക്യൂ കാർഡ് കിട്ടും. ആ ക്യൂ കാർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ 5 മിനിറ്റ്സ് സംസാരിക്കുന്നത്. ആൻഡ് എക്സാമിന് നിങ്ങൾക്ക് 3 മിനിറ്റ്സ് പ്രിപ്പറേഷൻ ടൈം ആണ് ലഭിക്കുന്നത്. പലപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് ടൈമർ ഒന്നും വെച്ചിട്ടായിരിക്കില്ല പ്രാക്ടീസ് ചെയ്യുന്നത്. ഈവൻ ട്രെയിനേഴ്സ് പോലും സ്റ്റുഡൻസിന് ക്യൂ കാർഡ് കൊടുത്തിട്ട് ടൈമർ വെക്കാറില്ല. പലപ്പോഴും സ്റ്റുഡൻസ് 5 മിനിറ്റും 10 മിനിറ്റും 15 മിനിറ്റും ഒക്കെ എടുത്തിട്ടാണ് ഒരു ക്യൂ കാർഡ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ എക്സാമിന് നിങ്ങൾക്ക് 3 മിനിറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഒരു ക്യൂ കാർഡ്, അതും നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ക്യൂ കാർഡ് കാണുന്നത്. ഒരിക്കലും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തൊരു ക്യൂ കാർഡ് നിങ്ങൾക്ക് എക്സാമിന് ലഭിക്കില്ല. നമ്മൾ ഫസ്റ്റ് ടൈം കാണാൻ പോകുന്ന ഒരു ക്യൂ കാർഡ് 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു കോൺവെർസേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ റെഡി ആവണം, അല്ലെ പ്രിപ്പയർ ചെയ്യണം. അത് അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു എലമെന്റ് ആണ് സ്പീക്കിങ്ങിന്റെ. അപ്പോൾ ഒരു ക്യൂ കാർഡ് എങ്ങനെ 3 മിനിറ്റ്സിൽ എഫക്റ്റീവായി പ്രിപ്പയർ ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ഒ ഇ ടി ക്യൂ കാർഡിന്റെ സ്ട്രക്ചർ എന്താണ്? 3 സെക്ഷൻസ് ആയിരിക്കും ആ ക്യൂ കാർഡിനുള്ളത്. ഫസ്റ്റ് സെക്ഷൻ സെറ്റിംഗ് ആണ്. രണ്ടാമത് ഒരു പാരഗ്രാഫ് ഉണ്ടാവും, അതിന് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫ് എന്ന് പറയും. പിന്നെ നിങ്ങൾ പെർഫോം ചെയ്യേണ്ട ടാസ്കുകൾ. ഇങ്ങനെ സെറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആൻഡ് ടാസ്ക്, ഇങ്ങനെ 3 സെക്ഷൻസ് ആയിരിക്കും ഒരു ഒ ഇ ടി സ്പീക്കിങ്ങിന്റെ ക്യൂ കാർഡിന് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ 3 മിനിറ്റ്സിൽ നമ്മൾ ഈ ഒരു ക്യൂ കാർഡ് പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ക്യൂ കാർഡ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നത് സെറ്റിംഗ് ആണ്. സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ ഹോസ്പിറ്റൽ, വാർഡ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അതുപോലെ അങ്ങനെയുള്ള ഓരോരോ സെറ്റിംഗ്സ് ഉണ്ടായിരിക്കും. അതായത് എവിടെയാണ് ഈ ഒരു കോൺവെർസേഷൻ നടക്കുന്നത് എന്നാണ് സെറ്റിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ചില കുട്ടികൾക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, സെറ്റിംഗ് നോക്കിയിട്ട് അതൊരു നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്ന് ആദ്യമേ അങ്ങ് തീരുമാനിക്കും ക്യൂ കാർഡ് വായിക്കുന്നതിന് മുമ്പ് തന്നെ. അതായത് സെറ്റിംഗിൽ ഇപ്പൊ ഹോസ്പിറ്റൽ വാർഡ് എന്ന് കണ്ടാൽ ഓക്കെ, ഇത് നോൺ കേസ് ആണ്, അങ്ങനെ തീരുമാനിക്കും. ഒരിക്കലും നിങ്ങൾ സെറ്റിംഗ് മാത്രം നോക്കിയിട്ട് ഈ ഒരു ക്യൂ കാർഡ് നോൺ കേസ് ആണ് അല്ലെങ്കിൽ അൺനോൺ കേസ് ആണെന്ന് തീരുമാനിക്കരുത്. സെറ്റിംഗും ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനും ടാസ്കും എല്ലാം നോക്കി, അതായത് ആ ഫുൾ ക്യൂ കാർഡ് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ തീരുമാനിക്കാവുള്ളൂ ഈ ഒരു പെർട്ടിക്കുലർ ക്യൂ കാർഡ് നോൺ കേസ് ആയിട്ട് ചെയ്യണോ അൺനോൺ കേസ് ആയിട്ട് ചെയ്യണോ എന്നത്. ഓക്കെ, അപ്പൊ സെറ്റിംഗ് നോക്കി നമ്മൾ ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. അതായത് ഇപ്പൊ സെറ്റിംഗ് ഒരു ഹോം വിസിറ്റ് എന്നാണെങ്കിൽ എന്ത് മനസ്സിലാക്കാം? ഓക്കെ, നമ്മളൊരു നേഴ്സാണ്, നമ്മൾ പേഷ്യന്റിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ പേഷ്യന്റിന്റെ വീട്ടിൽ വെച്ചാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. എന്തോ ഒരു കാര്യത്തിന്, എന്തോ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ അവിടെ ഹോം വിസിറ്റ് നടത്തുകയാണ്. ഇനി സെറ്റിംഗ് സ്കൂൾ വിസിറ്റ് ആണെങ്കിലോ, നമ്മളൊരു സ്കൂൾ ഹെൽത്ത് നേഴ്സ് ആണ്, ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന്റെ ഒരു പേരന്റുമായിട്ടാണ് നമ്മളിവിടെ എന്താണ് കോൺവെർസേഷൻ നടത്താൻ പോകുന്നത്. ഇനി സെറ്റിംഗ് ഹോസ്പിറ്റൽ വാർഡ് ആണെങ്കിലോ, നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് ആയിരിക്കും. ആൻഡ് നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ, നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു വാർഡിൽ വെച്ചാണ് നമ്മൾ പേഷ്യന്റ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറുമായിട്ട് സംസാരിക്കുന്നത്. ഇങ്ങനെ ആ ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് മാത്രം സെറ്റിംഗിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ദെൻ കംസ് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫ്. ചില കുട്ടികൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫ് ഓടിച്ചു വിട്ട് വായിക്കും, അല്ല ചിലർ സ്കിപ്പ് ചെയ്യും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ, ആ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ ക്യൂ കാർഡ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പല ഇൻഫർമേഷൻ ആൻഡ് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒക്കെ ടാസ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റിയ പല പോയിന്റുകളും ലഭിച്ചേക്കാം. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ച് തന്നെ വായിക്കണം. ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യുകയോ സർക്കിൾ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫിൽ നമുക്ക് മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, യുവർ ഐഡന്റിറ്റി. നിങ്ങൾ എന്ത് റോളാണ് ആ ഒരു പെർട്ടിക്കുലർ റോൾ പ്ലേ കാർഡിൽ ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു നേഴ്സ് ആയിരിക്കും, പക്ഷെ ചില റോൾ പ്ലേ കാർഡിൽ നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഹെഡ് നേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഒരു നഴ്സിംഗ് ഹോമിലെ നേഴ്സ് ആയിരിക്കും. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ഐഡന്റിറ്റി മാറിക്കൊണ്ടിരിക്കാം. സോ നിങ്ങളുടെ ജോബ് ടൈറ്റിൽ എന്താണെന്ന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫിൽ ഒന്നും തന്നെ പറയുന്നില്ലെങ്കിൽ
രജിസ്റ്റേർഡ് നേഴ്സ് എന്ന ടൈറ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദെൻ ദ ഇന്റർലോക്യൂട്ടേഴ്സ് ഐഡന്റിറ്റി, അതായത് നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ഇന്റർലോക്യൂട്ടർ എന്ത് റോളാണ് ഇവിടെ ചെയ്യുന്നത്? അയാൾ പേഷ്യന്റിന്റെ റോളാണോ ചെയ്യുന്നത്, അതോ ബൈസ്റ്റാൻഡറിന്റെ റോളാണോ ചെയ്യുന്നത്? ഇനി പേഷ്യന്റ് ആണെങ്കിൽ തന്നെ പേഷ്യന്റിന്റെ ഏജ് അല്ലെങ്കിൽ ജെൻഡർ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ആ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫിൽ കൊടുക്കും. ഓക്കെ, സോ നിങ്ങളുടെ ഐഡന്റിറ്റി ആൻഡ് ഇന്റർലോക്യൂട്ടറിന്റെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എപ്പോഴും ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ടാസ്കിലല്ല. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് കോൺവെർസേഷൻ, ഈ ഒരു കോൺവെർസേഷന്റെ പർപ്പസ് എന്താണെന്നും ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫിലായിരിക്കും കൊടുക്കുക. ഓക്കെ, അതായത് നിങ്ങളിപ്പോ ഈ റോൾ പ്ലേയിൽ പേഷ്യന്റ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കോൺവെർസേഷന്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനോ എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. സോ ഈ ഒരു കോൺവെർസേഷന്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ പേഷ്യന്റിന്റെ മെയിൻ മെഡിക്കൽ ഇഷ്യൂ എന്താണ്, അയാളുടെ അസുഖം എന്താണ്, അതും നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. ആ അസുഖത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇനി നമ്മുടെ ഈ ഇന്റർലോക്യൂട്ട് ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഒരു കറന്റ് ഇമോഷണൽ സ്റ്റേറ്റസ് എന്താണെന്ന് ചിലപ്പോൾ കൊടുക്കും. അതായത് അയാൾ ഇപ്പോൾ കറന്റ് ഡിപ്രസ്ഡ് ആണോ, ആംഗ്രി ആണോ, ടെൻസ്ഡ് ആണോ എന്നൊക്കെ കൊടുക്കും. നമ്മൾ കൂൾ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ അല്ല ഒരിക്കലും ഡിപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് ആംഗ്രി ആയിട്ടിരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നത്, അല്ലെ? നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ ടോൺ, മോഡുലേഷൻ, ഇതിലെല്ലാം ഡിഫറൻസസ് ഉണ്ടായിരിക്കും, അല്ലെ? അതുപോലെ തന്നെ സ്പീക്കിംഗിൽ ഇപ്പൊ ആ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫിൽ നമ്മൾ ഈ സംസാരിക്കാൻ പോകുന്ന പേഷ്യന്റ് ഡിപ്രസ്ഡ് ആണ് അല്ലെ ആങ്ഷ്യസ് ആണ് എന്നൊക്കെ കൊടുത്താൽ ഒരു ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരാളെ പ്രോപ്പർ ആയിട്ട് ഡീൽ ചെയ്യാൻ നമ്മൾ ഏത് ടോൺ ഉപയോഗിക്കണം, നമ്മൾ ഏത് ടൈപ്പ് ലാംഗ്വേജ് ഉപയോഗിക്കണം, എന്ത് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുക. ആ ഒരു സിറ്റുവേഷന് ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ ടോൺ, മോഡുലേഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. സോ ആ ഒരു ഇന്റർലോക്യൂട്ടർ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഇമോഷണൽ സ്റ്റേറ്റസ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷന് യോജിച്ച ടോൺ, മോഡുലേഷൻ, വേർഡ്സ്, ഇന്റർനേഷൻ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലാതെ മൊണോട്ടോണസ് ആയിട്ട് പോകരുത്. നമ്മുടെ ഒരു ടോൺ അല്ലെ നമ്മുടെ സൗണ്ടിൽ ഒരു വികാരവും ഇല്ലാതെ ഫസ്റ്റ് സെക്കൻഡ് മുതൽ ലാസ്റ്റ് സെക്കൻഡ് വരെ ഇങ്ങനെ ഒരു ഒറ്റ ടോണിൽ പ്ലെയിൻ ആയിട്ട് ഒരിക്കലും പോകരുത്. എക്സ്പ്രസീവ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫിൽ എന്തെങ്കിലും ടൈം ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കുന്നുണ്ടാവും. സോ എന്താണ് ഈ ടൈം ഇൻഡിക്കേറ്റർ? ഓക്കെ, ടൈം ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ കോൺവെർസേഷൻ നടക്കുന്ന ടൈമിനെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ക്ലൂ. ചിലപ്പോൾ ഒരു ടൈം തന്നെ അവർ കൊടുത്തേക്കാം, 8 AM 12 PM അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലൂസ് ഉണ്ടായിരിക്കും. ലൈക്ക് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫിൽ ഇതുപോലെ ഒരു സെന്റൻസ് കാണാം, യു ആർ ഗോയിങ് ടു ഡെലിവർ ദ ബ്രേക്ക്ഫാസ്റ്റ് ടു ദ പേഷ്യന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് പേഷ്യന്റ് അടുത്ത് പോകുന്നത്? അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ, അല്ലെ? അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഒരാൾ കഴിക്കുക? മോർണിംഗ്. ഇപ്പൊ സപ്പോസ് നമ്മൾ സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു റോൾ പ്ലേ കാർഡ് കിട്ടിയാൽ ഒരിക്കലും റോൾ പ്ലേ കാർഡ് ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. ബിക്കോസ് ആക്ച്വലി ആ ഒരു കോൺവെർസേഷൻ നടക്കുന്ന രാവിലെയാണ്. സോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു വേണം നിങ്ങൾ ആ റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഇതുപോലെ ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടോ നോക്കുക. സോ ഇതുപോലെയുള്ള പല ഇമ്പോർട്ടന്റ് കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫിന് കളക്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലാതെ മറ്റെന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയാൽ അത് നിങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫിൽ നിന്നും ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ലഭിക്കണമെന്നില്ല. ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഒരിക്കലും എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റേറ്റസ് ഇതൊന്നും എല്ലാ പാരഗ്രാഫ്സിലും ഉണ്ടാവത്തില്ല. ചിലപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് 3-4 കാര്യങ്ങൾ ഉണ്ടാവും. കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. സ്പീക്കിങ്ങിന്റെ സമയത്ത് ആ പോയിന്റ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. യു ആർ ഫ്രീ ടു ഡു ദാറ്റ്. ഓക്കെ, then comes the most important part, നിങ്ങൾ ചെയ്യേണ്ട ടാസ്കുകൾ. ഓക്കെ, അപ്പൊ ടാസ്ക് വായിക്കുമ്പോൾ നിങ്ങൾ എല്ലാ ടാസ്കും നല്ല ശ്രദ്ധിച്ച് വായിച്ച് അനലൈസ് ചെയ്യുക. ഓരോ ടാസ്കിലും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറയണം അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കണം എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ടാസ്കിലും ഒരു കീവേഡ് അല്ലെങ്കിൽ ഒരു മെയിൻ വേർബ് ഉണ്ടായിരിക്കും. ലൈക്ക് എക്സ്പ്ലെയിൻ, അഡ്വൈസ്, എൻഷുവർ, അഷ്വർ, എംപത്തൈസ്, എംഫസൈസ്, കളക്ട് എന്നൊക്കെ പോലെയുള്ള കീവേഡ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മെയിൻ വേർബുകൾ ഉണ്ടായിരിക്കും. ഓരോ ടാസ്ക് വായിച്ച് മനസ്സിലാക്കുമ്പോഴും ഈ കീവേഡ് അല്ലെങ്കിൽ ഈ മെയിൻ വേർബ് കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇപ്പൊ എക്സ്പ്ലെയിൻ അബൌട്ട് ദ മെഡിക്കേഷൻസ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഒരു ക്യൂ കാർഡിൽ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്, എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഇൻസുലിൻ അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയർ. അതിന്റെ അർത്ഥം എന്താ? ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആ പ്രൊസീജിയർ പേഷ്യന്റിന് വിശദീകരിച്ചു കൊടുക്കുക, അല്ലെ? എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക എന്നാണ്. അപ്പൊ നിങ്ങൾ ഒരു 2-3 സെന്റൻസിൽ പെട്ടെന്ന് ആ കാര്യം പറഞ്ഞാൽ ഒരിക്കലും ആ ഒരു ടാസ്ക്
സക്സസ്ഫുള്ളി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ അവിടെ വിശദീകരിക്കണം. ഓക്കെ, ഒരിക്കലും 2-3 സെന്റൻസിലല്ലാതെ കുറച്ചും കൂടെ ടൈം എടുത്ത് ആ ഒരു മെഡിക്കൽ നോളജ് ഇല്ലാത്ത ഒരു സാധാരണക്കാരനാണ് നമ്മുടെ പേഷ്യന്റ്. സോ ഏതൊരു സാധാരണക്കാരനും ഒരു ഇൻസുലിൻ അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയർ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ബട്ട് ഒരുപാട് ലെങ്തി ആവരുത്. ഒരു ഷോർട്ട് എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലാതെ 3-4 മിനിറ്റ് എടുത്തുള്ള ഒരു ലെങ്തി എക്സ്പ്ലനേഷൻ അല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എംപത്തൈസ് എന്നൊരു ടാസ്കിൽ ഒരു കീവേഡ് കാണുവാണെങ്കിൽ നമ്മൾ അവിടെ ഒരു എംപത്തറ്റിക് ആവണം ആ ഒരു ടാസ്കിൽ പറയുന്ന കാര്യം ചെയ്യുമ്പോൾ. അതായത് ഒരു എംപതി കാണിക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ അവിടെ ഉപയോഗിക്കണം. നമ്മുടെ ടോൺ അല്ലെങ്കിൽ നമ്മുടെ മോഡുലേഷൻ ആണെങ്കിലും ആ ഒരു എംപതിക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലാവണം നമ്മൾ ഉപയോഗിക്കുന്ന ടോണും മോഡുലേഷനും ഒക്കെ. അങ്ങനെ ഏത് ടാസ്ക് സമയം എടുത്ത് ചെയ്യണം, ഏത് ടാസ്ക് പെട്ടെന്ന് പറയണം, അല്ലെങ്കിൽ ഏത് ടാസ്കിൽ ഏത് ടോൺ ആൻഡ് മോഡുലേഷൻ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ആ ടാസ്കിലെ മെയിൻ വേർബ് അല്ലെങ്കിൽ കീവേഡ്സ് ആണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കീവേഡുകൾ ടാസ്ക് മനസ്സിലാക്കുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ക്യൂ കാർഡ് ഫുള്ള് വായിച്ചു അല്ലെ. ഇനിയിപ്പോ തീരുമാനിക്കുക നമ്മൾ ഇതൊരു നോൺ കേസ് ആയിട്ട് ചെയ്യണോ അൺനോൺ കേസ് ആയിട്ട് ചെയ്യണോ എന്നുള്ളത്. നോൺ കേസ് ആൻഡ് അൺനോൺ കേസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. ഓക്കെ, എന്നിവേസ് ഞാൻ അതൊന്ന് പറയാം. നമുക്ക് അതായത് ഈ ഒരു കോൺവെർസേഷൻ ചെയ്യുന്ന നിങ്ങൾ, ഈ നേഴ്സിന് ഈ പേഷ്യന്റിന് ഓൾറെഡി അറിയാമെങ്കിൽ അതൊരു നോൺ കേസ് ആണ്. ലൈക്ക് അയാൾ അവിടെ അഡ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ അയാൾ ഇതിനു മുമ്പ് ഹോസ്പിറ്റലിൽ 2-3 തവണ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി നോൺ കേസ്. കേസ് ഫയൽ അവിടെ ഉണ്ട്. ഇപ്പോൾ ഈ പേഷ്യന്റിനെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിനെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതിനു മുമ്പ് നിങ്ങൾ അവരെ കണ്ടിട്ടില്ല, അയാൾ അവിടെ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ അത് അൺനോൺ കേസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ക്യൂ കാർഡ് ഫുൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഇനി നിങ്ങൾ തീരുമാനിക്കുക ഞാൻ ഈ ഒരു ക്യൂ കാർഡ് നോൺ കേസ് ആയിട്ട് ചെയ്യണോ അൺനോൺ കേസ് ആയിട്ട് ചെയ്യണോ എന്നുള്ളത്. ഓക്കെ ദെൻ നിങ്ങളിപ്പം സപ്പോസ് ഡിസൈഡ് ചെയ്തു നോൺ കേസ് ആണ് അല്ലെങ്കിൽ അൺനോൺ കേസ് ആണ്. പിന്നെ എന്താ ചിന്തിക്കണ്ടേ, ഒരു നോൺ കേസ് ആണെങ്കിൽ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു നോൺ കേസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ്, എങ്ങനെ ഈ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്താണ്, ഇത് രണ്ടും നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക. ചില കുട്ടികൾ ചെയ്യുന്ന ഒരു തെറ്റായ ഒരു പ്രവണതയുണ്ട്, ഇവർ 2-3 ഇൻട്രൊഡക്ഷൻസ് ആൻഡ് കൺക്ലൂഷൻസ് എഴുതി തയ്യാറാക്കി പഠിച്ചു വെക്കും. എന്നിട്ട് എല്ലാ ക്യൂ കാർഡുകൾക്കും ഇതിലേതെങ്കിലും ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ വെറുതെ യൂസ് ചെയ്യും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഓരോ ക്യൂ കാർഡും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവിടുത്തെ സിനാരിയോ ഡിഫറെന്റ് ആണ്, പേഷ്യൻസ് ഡിഫറെന്റ് ആണ്, അസുഖങ്ങൾ ഡിഫറെന്റ് ആണ്, എല്ലാം ഡിഫറെന്റ് ആണ്. ഓക്കെ, കണ്ടീഷൻസ് എല്ലാം ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഓരോ ക്യൂ കാർഡിനും അനുയോജ്യമായ ഒരു ഇൻട്രൊഡക്ഷൻ അല്ല കൺക്ലൂഷൻ നിങ്ങൾ ക്യൂ കാർഡ് വായിച്ചതിന് ശേഷം പ്ലാൻ ചെയ്യുക. അല്ലാതെ ഒരിക്കലും നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ എല്ലാ ക്യൂ കാർഡുകൾക്കും യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്യൂ കാർഡ് മുഴുവൻ വായിച്ചു, അനലൈസ് ചെയ്തു, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കളക്ട് ചെയ്തു, ടാസ്ക് എല്ലാം വായിച്ചു മനസ്സിലാക്കി, ഓരോ ടാസ്കിൽ എന്തൊക്കെ ചോദിക്കണം, എന്തൊക്കെ പറയണം, പിന്നെ ഏത് ടോൺ അല്ല മോഡുലേഷൻ ഓരോ ടാസ്കിൽ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ ഇതെന്ന് നമ്മൾ തീരുമാനിച്ചു. ആൻഡ് ഈ ഒരു ക്യൂ കാർഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷനും നമ്മൾ എന്താണ് ഡിസൈഡ് ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ഉണ്ടോ എന്നുകൂടെ നിങ്ങൾ നോക്കുക. അതായത് ഏതെങ്കിലുമൊക്കെ ടാസ്ക് ചെയ്യാനായിട്ട് ആവശ്യമായ ചില കാര്യങ്ങൾ ചിലപ്പോൾ ആ പേഷ്യന്റ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിനോട് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ചോദിക്കുന്ന അഡീഷണൽ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറയും. അപ്പൊ ഇൻഫർമേഷൻ ഗ്യാതറിംഗിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കണോ, ഓക്കെ, ചോദിക്കുന്നെങ്കിൽ അത് എവിടെ പ്ലേസ് ചെയ്യണം എന്നുകൂടെ നിങ്ങൾ തീരുമാനിക്കുക. അത് ഇൻട്രൊഡക്ഷനിൽ തന്നെ ചോദിക്കണോ, അതോ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞ് ചോദിക്കണോ, സെക്കൻഡ് ടാസ്ക് കഴിഞ്ഞ് ചോദിക്കണോ, അങ്ങനെ ഇൻഫർമേഷൻ ഗ്യാതറിംഗിന് ആവശ്യമായ എന്തൊക്കെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കണം, ആ ക്വസ്റ്റ്യൻസ് ഞാൻ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം എന്നൊക്കെ നോട്ട് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ അത് മറന്നു പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്യൂ കാർഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ചില കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി അനാവശ്യമായിട്ട് ടൈം കളയും. നിങ്ങൾക്ക് ആകെ 3 മിനിറ്റ്സേ ഉള്ളൂ പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ ഒരുപാട് സമയം എഴുതി ടൈം വേസ്റ്റ് ചെയ്യരുത്. അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ക്യൂ കാർഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഇതുപോലെ അഡീഷണലി ചോദിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അത് നോട്ട് ഫോമിൽ നോട്ട് ചെയ്യുക. വലിയ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റ് പോലെ ലെങ്തി സെന്റൻസസ് ഒന്നും എഴുതാൻ പോവണ്ട, ടൈം പോകും. ഓൾറെഡി പ്രിന്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അത് വീണ്ടും എഴുതണ്ട, അതവിടെ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുകയോ മാർക്ക് ചെയ്യുകയോ ചെയ്യുക. ഓക്കെ, അപ്പൊ അൺനെസസറി ആയിട്ട് എഴുതി സമയം കളയരുത്. ഈ ഒരു പോയിന്റും കൂടെ നിങ്ങൾ ഓർക്കണം വൈൽ പ്രിപ്പയറിംഗ് എ ക്യൂ കാർഡ്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ 3 മിനിറ്റ്സിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ 3 മിനിറ്റ്സിൽ എഫക്റ്റീവ് ആയിട്ട് നമുക്കൊരു ക്യൂ കാർഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു ക്യൂ കാർഡിന്റെ സഹായത്തോടു കൂടി നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് സ്ക്രീനിൽ ഒരു ക്യൂ കാർഡ് കാണാം. ഈ ക്യൂ കാർഡ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ആൻഡ് എങ്ങനെ 3 മിനിറ്റ്സിൽ ഈ ഒരു ക്യൂ കാർഡ് എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്യൂ കാർഡിൽ സെറ്റിംഗ് കൊടുത്തിരിക്കുന്ന ഹോസ്പിറ്റൽ വാർഡ് എന്നാണ്. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ പേഷ്യന്റ് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറുമായിട്ട് ഇവിടെ ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു ബോർഡിൽ വെച്ചിട്ടാണ്. ഇനി ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫ് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫ് ആണ്, ഒരുപാട് പോയിന്റ്സ് ഒന്നുമില്ല. അതിനുമീൻസ് നമുക്കത് വായിച്ച് ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. യു ആർ സ്പീക്കിംഗ് ടു എ 45-year-old
woman who has been admitted to the hospital with a suspected stroke. You have been asked by the doctor to administer a warfarin injection, an anticoagulant, to the patient. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാം? ഫസ്റ്റ്, നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ച് ഇവിടെ ഒരു കാര്യവും കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നമുക്ക് ഈ സ്പീക്കിംഗിൽ യൂസ് ചെയ്യാം. ആം എ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ ഇന്റർലക്യൂട്ടറിന്റെ ഐഡന്റിറ്റി എന്താണ്? എന്ത് റോളാണ് ഇന്റർലക്യൂട്ടർ ഇവിടെ ചെയ്യുന്നത്? ഇന്റർലക്യൂട്ടർ പേഷ്യന്റിന്റെ റോളാണ് ചെയ്യുന്നത്. ആൻഡ് പേഷ്യന്റ് എന്ന് പറയുന്നത് 45 വയസ്സുള്ള ഒരു വുമൻ, ഒരു ലേഡിയാണ്. അതാണ് ഇന്റർലക്യൂട്ടർ ചെയ്യുന്ന ക്യാരക്ടർ. ഇനി ഇവിടെ പേഷ്യന്റിന്റെ മെയിൻ മെഡിക്കൽ ഇഷ്യൂ എന്താണ്? സസ്പെക്റ്റഡ് സ്ട്രോക്ക് ആണ്. സ്ട്രോക്ക് ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റ് ആണ്. സോ സ്ട്രോക്ക് ആണ് ഇവിടുത്തെ മെയിൻ മെഡിക്കൽ ഇഷ്യൂ. ആൻഡ് ഇവിടുത്തെ പേർപ്പസ് ഓഫ് ദി ഇന്ററാക്ഷൻ എന്താണ്? എന്തിനാണ് നമ്മൾ ഇവിടെ പേഷ്യന്റുമായിട്ട് സംസാരിക്കുന്നത്? അതാണ് രണ്ടാമത്തെ സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത്. യു ഹാവ് ബീൻ ആസ്ക്ഡ് ബൈ ദ ഡോക്ടർ to administer a warfarin injection to the patient. So പേഷ്യന്റിന് warfarin injection അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വരുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അതാണ് ഇവിടുത്തെ പേർപ്പസ്. പിന്നെ പേഷ്യന്റിന്റെ ഇമോഷണൽ സ്റ്റേറ്റസിനെ കാണിക്കുന്ന ഒരു ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ടൈം ഇൻഡിക്കേറ്റേഴ്സും ഒന്നും കൊടുത്തിട്ടില്ല. ഈ കളക്ട് ചെയ്തതല്ലാതെ മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പാരഗ്രാഫിൽ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുമില്ല. ഇനി നമുക്ക് ടാസ്കിലേക്ക് പോവാം. ഫസ്റ്റ് ടാസ്ക് എന്താണ്? ടേക്ക് ദ മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് ദ പേഷ്യന്റ് ബിഫോർ ഗിവിംഗ് ദി ഇഞ്ചക്ഷൻ. അപ്പൊ ഫസ്റ്റ് ടാസ്ക് തന്നെ ടേക്ക് ദ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യാനാണ്, ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്. അപ്പം പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയെ കുറിച്ചിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിച്ചറിയണം. ലൈക്ക് നേരത്തെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ, ആൻഡ് ഇപ്പൊ കറന്റ്ലി എന്തെങ്കിലും അസുഖങ്ങൾക്ക് മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. രണ്ടാമത്തെ എന്താണ്? എക്സ്പ്ലെയിൻ ദാറ്റ് ആഫ്റ്റർ ദ ഇഞ്ചക്ഷൻ വാർഫെറിൻ നീഡ്സ് ടു ബി ടേക്കൻ ഇൻ ടാബ്ലറ്റ് ഫോം എവറി ഡേ ഫോർ ദ നെക്സ്റ്റ് 4 weeks. അതായത് ഇപ്പോൾ ഈ വാർഫെറിൻ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം വാർഫെറിൻ ടാബ്ലറ്റ്സ് നെക്സ്റ്റ് 4 weeks എല്ലാ ദിവസവും കഴിക്കണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവിടുത്തെ കീ വേർഡ് അല്ലെങ്കിൽ മെയിൻ വേർബ് എക്സ്പ്ലെയിൻ ആണ്. അപ്പൊ ഈ ഒരു കാര്യം പേഷ്യന്റിന് വിശദീകരിച്ചു കൊടുക്കുക. അടുത്ത ടാസ്ക് എന്താണ്? എക്സ്പ്ലെയിൻ ദാറ്റ് യു നീഡ് ടു ചെക്ക് വിത്ത് ദ ഡോക്ടർ ഇഫ് ഷീ ക്യാൻ കണ്ടിന്യൂ ഹെർ ഹെർബൽ സപ്ലിമെന്റ് ബ്രാക്കറ്റിൽ ഇറ്റ് മേ ഇന്റർഫിയർ വിത്ത് വാർഫെറിൻ ഓർ കോസ് സൈഡ് എഫക്ട്സ്. അതായത് ഇവിടെ നമ്മൾ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ആണ് ഇവിടുത്തെയും കീവേഡ്. എന്താണ് വിശദീകരിക്കേണ്ടത്? ലൈക്ക് ഈ പേഷ്യന്റ് ഇപ്പോൾ ഓൾറെഡി ഹെർബൽ സപ്ലിമെന്റ്സ്, എന്തോ അസുഖത്തിന് വേണ്ടി ഹെർബൽ സപ്ലിമെന്റ്സ് കഴിക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് ഡോക്ടറിനോട് ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യണം. കാരണം ഈ ഹെർബൽ സപ്ലിമെന്റ് ചിലപ്പോൾ വാർഫെയറിനുമായിട്ട് ഇന്റർഫിയർ ചെയ്യാം, അല്ലെങ്കിൽ സൈഡ് എഫക്ട്സിന് കാരണമാവാം. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ ഫസ്റ്റ് ടാസ്കിൽ മെഡിക്കൽ ഹിസ്റ്ററിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തില്ല, അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഉറപ്പായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണത്? നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും അസുഖമുണ്ടോ, ആൻഡ് എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി ഇപ്പോൾ കറന്റ് മെഡിക്കേഷൻസ് കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആ ഫസ്റ്റ് ടാസ്കിൽ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കണം. അപ്പോൾ അവരവിടെ പറയും, ഓക്കെ എനിക്ക് ഒരു അസുഖമുണ്ട്, ഞാൻ അതിനു വേണ്ടി ഹെർബൽ സപ്ലിമെന്റ് കഴിക്കുന്നുണ്ടോ എന്ന് അവിടെ പേഷ്യന്റ് നമ്മളോട് ഇൻഫോം ചെയ്യും. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ അവിടെ കളക്ട് ചെയ്യുക. ദെൻ സെക്കൻഡ് ടാസ്ക് ചെയ്തതിനു ശേഷം തേർഡ് ടാസ്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത് പറയുക, ഈ ഹെർബൽ സപ്ലിമെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഡോക്ടറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. അതിന്റെ റീസൺ ഇവിടെ പറയുന്ന പോലെ നമ്മൾ പേഷ്യന്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത ടാസ്ക് എന്താണ്? എംഫസൈസ് എന്ന ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എടുത്തു പറയണം. എന്താണ് എംഫസൈസ് ചെയ്ത് പറയേണ്ടത്? ദി ഇമ്പോർട്ടൻസ് ഓഫ് കോഷണറി മെഷേഴ്സ് റിഗാർഡിംഗ് വാർഫെറിൻ യൂസ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് എടുക്കേണ്ട കോഷണറി മെഷേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്തൊക്കെയാണ് ആ മെഷേഴ്സ്? അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡയറ്റിൽ വൈറ്റമിൻ കെയുടെ അളവ് കുറയ്ക്കണം. ആൻഡ് ഓവർ ദ കൗണ്ടർ മെഡിസിൻ, OTC മീൻസ് ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് ഒന്നും യൂസ് ചെയ്യരുത്. ഡോക്ടറിന്റെ പെർമിഷൻ ഇല്ലാതെ മറ്റ് മെഡിസിൻസ് ഒന്നും കഴിക്കരുത്. കാരണം ഇറ്റ് ക്യാൻ ഇന്ററാക്ട് വിത്ത് വാർഫെറിൻ. ഈ OTC മെഡിസിൻസ് ചിലപ്പോൾ വാർഫെറിനുമായിട്ട് ഇന്ററാക്ട് ചെയ്തേക്കാം, ആൻഡ് സൈഡ് എഫക്ട്സിനൊക്കെ കാരണമാവാം. സോ വൈറ്റമിൻ കെ ഡയറ്റിൽ കുറയ്ക്കുക, ആൻഡ് OTC മെഡിസിൻസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ആൻഡ് ടേക്ക് എ ഡോസ് അറ്റ് ദ സെയിം ടൈം ഈച്ച് ഡേ. അതായത് ഈ വാർഫെറിൻ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഈ ടാബ്ലറ്റ് കഴിക്കണം. ഇന്ന് 7 PM കഴിക്കുന്നെങ്കിൽ എല്ലാ ദിവസവും 7 PM തന്നെ കഴിക്കുക. ഇത്രയും കാര്യങ്ങളാണ് കോഷണറി മെഷേഴ്സ് ആയിട്ട് പേഷ്യന്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, ഓഫർ. എന്തോ ഒരു കാര്യം നമ്മൾ ഓഫർ ചെയ്യുവാണ് അടുത്ത ടാസ്കിൽ. എന്താണ്? ഓഫർ ടു പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് പേഷ്യന്റ് ഇൻഫർമേഷൻ ലീഫ്ലെറ്റ് ഓൺ വാർഫെറിൻ. അപ്പോൾ വാർഫെറിനെ കുറിച്ചും അതിന്റെ മാനേജ്മെന്റ് ആൻഡ് കോഷണറി മെഷേഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വാർഫെറിൻ തെറാപ്പിയെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ലീഫ്ലെറ്റ് പേഷ്യന്റിന് കൊടുക്കുക, അത് ഓഫർ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ടാസ്ക് എന്താണ്? അഡ്വൈസ് ദ പേഷ്യന്റ് ടു സ്റ്റോപ്പ് ദ മെഡിക്കേഷൻ ആൻഡ് കോൺടാക്ട് ദ ഡോക്ടർ ഇമീഡിയറ്റ്ലി ഇൻ കേസ് ഓഫ് അൺയൂഷ്വൽ ഓർ പ്രൊലോങ്ഡ് ബ്ലീഡിംഗ്. അപ്പം എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടായാൽ, ലൈക്ക് ബ്ലീഡിംഗ് പോലെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടായാൽ ഉടൻ തന്നെ വാർഫെറിൻ എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം, ആൻഡ് ഡോക്ടറിനെ കോൺടാക്ട് ചെയ്യണം.
എന്ന് നമ്മൾ അവിടെ പേഷ്യന്റിനെ അഡ്വൈസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ ഒരു ടാസ്കിന് മുമ്പ് ചിലപ്പോൾ പേഷ്യന്റ് ഇത് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടായാലോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ക്യൂ കാർഡ് വെച്ച് നമ്മൾ ഇന്റർലോക്യൂട്ടറിന്റെ ക്യൂ കാർഡ് പ്രെഡിക്ട് ചെയ്യണം. അതായത് ഈ ഒരു ടാസ്കിന് മുമ്പേ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്വസ്റ്റിന്റെ ഇന്റർലോക്യൂട്ടർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിന്റെ റിപ്ലൈ ആയിട്ടാണോ ഈ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫുൾ ക്യൂ കാർഡ് വായിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഫുൾ ക്യൂ കാർഡ് അനലൈസ് ചെയ്തതിനു ശേഷം നമുക്ക് മനസ്സിലാവും ഇതൊരു നോൺ കേസ് ആണ്. കാരണം പേഷ്യന്റ് ഓൾറെഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, സ്ട്രോക്ക് സസ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത്, അഡ്മിറ്റ് ചെയ്തു, ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ വാർഫെയറിൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി പേഷ്യന്റിന്റെ പ്രിലിമിനറി എക്സാമിനേഷനും എല്ലാം കഴിഞ്ഞു, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, പേഷ്യന്റിന്റെ കേസ് ഫയൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഓപ്പൺ ചെയ്തു. സോ ഇറ്റ്സ് എ നോൺ കേസ്. അപ്പൊ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ പേഷ്യന്റിന്റെ പേര് ഇന്റർലോക്യൂട്ടറിനോട് ചോദിച്ചു വെക്കുക. ആൻഡ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഇതൊരു നോൺ കേസ് ആണെന്നും നമ്മൾ ഡിസൈഡ് ചെയ്തു, ഇതൊരു നോൺ കേസ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ തീരുമാനിച്ചു. ഇനി അപ്പോൾ ഒരു നോൺ കേസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ കൂടെ നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ 3 മിനിറ്റിൽ നമ്മൾ ഇതുപോലൊരു ക്യൂ കാർഡ് കിട്ടിയാൽ ചെയ്യേണ്ടത്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. അപ്പോൾ ഒരു ക്യൂ കാർഡ് എങ്ങനെ എഫക്റ്റീവായി പ്രിപ്പയർ ചെയ്യാം എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി ഐ വിൽ റിപ്ലൈ ടു യുവർ കമന്റ്സ്. ഓക്കെ, സോ OET റിലേറ്റഡ് മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ നമുക്ക് കാണാം. ഓക്കെ, അണ്ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.